ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇനിയിപ്പോൾ മർച്ചൻ്റ് നേവി ആ ഒരു കോഴ്സൊക്കെ എടുത്ത് സെലക്ട് ഒക്കെ ചെയ്ത് നമ്മൾ ഓരോ കോളേജിലോട്ടൊക്കെ അഡ്മിഷനൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്ന ടൈമാണിപ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ വരുന്നത്, എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് പോകാൻ പാടുള്ളൂ. കാരണം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് പറയുകയാണ്, ഒരു കോമൺ സാധനങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ അതിനുവേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോ അതിലേക്കാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ BA മറൈൻ എഞ്ചിനീയർ എടുത്തവരായിരിക്കും, അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് എടുത്തവരായിരിക്കും. എന്തോ ആയിക്കോട്ടെ, GMക്കാരാവാം, ആരും ആയിക്കോട്ടെ. നമുക്ക് മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് ക്ലാസ്സസിൻ്റെ കാര്യം വരുവാണെങ്കിൽ 8 to 5 അല്ലെങ്കിൽ 8 to 3 അല്ലെങ്കിൽ 9 to 5 അല്ലെങ്കിൽ 9 to 3 ആ ഒരു രീതിക്കൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു മാരിടൈം കോഴ്സിൽ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അത് പോരാനായിട്ട് നമുക്ക് രാവിലെ കുറച്ച് പരിപാടി, വൈകിട്ട് കുറച്ച് പരിപാടിയൊക്കെ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്, ഈ പഠിത്തം കൂടാതെ കുറച്ച് പരിപാടിയൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കൊരിക്കലും മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത് നമ്മൾ ഈ ഒരു മറൈൻ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് പുറത്ത് PG എടുത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ പുറത്തുള്ള സെറ്റപ്പും പരിപാടിയൊന്നും നടക്കത്തില്ല. നമുക്ക് ഇതിനകത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അവരുടെ ഹോസ്റ്റലിനകത്ത് തന്നെ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് അവരുടെ ഫുഡൊക്കെ കഴിച്ച് അവരുടെ ഹോസ്റ്റൽ ഫീസും നമ്മുടെ ഫുഡിൻ്റെ ഫീസും അല്ലാത്ത ട്യൂഷൻ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് പഠിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ എല്ലാ കോളേജസിൽ നിന്നും വൈകിട്ട് പുറത്ത് പോകാനോ അല്ലെങ്കിൽ രാവിലെ പുറത്ത് പോകാനോ ഉച്ചയ്ക്ക് കഴിക്കാൻ പുറത്ത് പോകാനോ അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കത്തില്ല. അപ്പോൾ അതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കയറരുത്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ പിള്ളേർ മെക്കാനിക്കൽ എഞ്ചിനീയറും സിവിൽ എഞ്ചിനീയറൊക്കെ നടക്കുന്ന പോലെ ഒരിക്കലും ഒരു മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പോയി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഫോളോ അപ്പ് ചെയ്യുന്ന കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അത് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ മെയിനായിട്ട് നമ്മൾ ഹോസ്റ്റലിൻ്റെ കാര്യമൊക്കെ, ഹോസ്റ്റൽ ചിലപ്പം ഒരു ചെറിയ ഹോസ്റ്റലാവാം, ചിലപ്പം വലിയ ഹോസ്റ്റലാവാം, ചിലപ്പോൾ വലിയ സൗകര്യമുള്ള ഹോസ്റ്റലായിരിക്കത്തില്ല, ചിലപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യങ്ങളുള്ള ഹോസ്റ്റലാവാം, ചിലപ്പോൾ 4 പേരാവാം, ചിലപ്പോൾ 2 പേരാവാം. ഡിപ്പെൻസ് ഓൺ കോളേജിലാണ് ഈ പരിപാടിയൊക്കെ അതിനകത്ത് നടന്നു പോകുന്നത്. ഓക്കെ, മെയിനായിട്ട് പറയേണ്ട കാര്യം, നമുക്ക് രാവിലെ എണീക്കേണ്ട പരിപാടിയുണ്ട്, PT എന്നും പറഞ്ഞിട്ട്. ഓക്കെ, PTക്ക് ഒരു 5 മണി അല്ലെങ്കിൽ 5:30ഒക്കെയാണ് എൻ്റെയൊക്കെ കോളേജിൽ നിന്നത്. ബാക്കി എല്ലാ കോളേജും ഏകദേശം ആ ഒരു ടൈം തന്നെയൊക്കെ 5 തൊട്ട് ഒരു 5:30 വരെ അല്ലെങ്കിൽ ഒരു 6 മണി വരെ PT നമുക്കാണ്. രാവിലെ ഓട്ടം, ചാട്ടം, പുഷപ്പ്, പുള്ളപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെറ്റ് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ കാണും. ഓക്കെ, പിന്നെ ഒരു 7 മണിയൊക്കെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. 7 മണി അല്ലെങ്കിൽ 7:30 ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യേണ്ടി 8, 8:30, 9 മണിക്കുള്ളിൽ നമ്മൾ ക്ലാസ്സിന് പോയാൽ പിന്നെ നമ്മൾ തിരിച്ചു വരുന്നത് 5 മണിക്കായിരിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ 5 മണി കഴിയുമ്പോൾ ഈ ഫസ്റ്റ് ഇയർ തൊട്ട് സെക്കൻഡ് ഇയർ വരെ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ഇയറിൻ്റെ പകുതി സെക്കൻഡ് ഇയറിൻ്റെ പകുതി വരെ നമുക്കൊരു പരേഡ് പ്രാക്ടീസ് എന്നൊരു സംഭവം നടത്താറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് പരേഡ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രോപ്പർ ക്ലാസ് അവർ എടുക്കുന്നത്. പ്രോപ്പറായിട്ട് നമ്മൾ പരേഡ് ഗ്രൗണ്ടിൽ പോയിട്ട് അവർ നമ്മളെ ടീച്ച് ചെയ്യും. എങ്ങനെയാണ് പരേഡ് ചെയ്യേണ്ടത്, കൈ എങ്ങനെ പോകണം, കാലെങ്ങനെ പോകണം, സല്യൂട്ട് അടിക്കുമ്പോൾ എന്തോ ചെയ്യണം, എങ്ങനെയാണ് സല്യൂട്ട് അടിക്കേണ്ടത്, ആ ഒരു പ്രോപ്പർ പൊസിഷനിങ് കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പഠിപ്പിച്ച് തരും. അതിൻ്റെ പരേഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നല്ല പരേഡ് പ്രാക്ടീസ് ഉണ്ട്. പക്ഷേ അത് എത്ര നാൾ ഏതൊക്കെ കോളേജ് നീണ്ടു പോകുന്ന എനിക്കത്. എൻ്റെ കോളേജ് എൻ്റെ ഫസ്റ്റ് ഇയർ ഫുള്ളും സെക്കൻഡ് ഇയർ ഒരു ഹാഫ്, ഒരു തേർഡ് സെമിസ്റ്ററിന് കുറച്ച് മുന്നേ വരെ, ആ ഒരു എക്സാമിന് കുറച്ച് മുന്നേ വരെ ഈ പരേഡ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ പരിപാടി കഴിയുമ്പോൾ ഇത് പോരാനിട്ട് മസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, മസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറിന് മുമ്പ് ജസ്റ്റ് അസംബിൾ ചെയ്ത് എല്ലാവരും ഉണ്ടോ എന്ന് ഹെഡ് കൗണ്ടൊക്കെ എടുത്ത് നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ജസ്റ്റ് അറ്റൻഡൻസ് പോലും സംഭവം നിങ്ങൾക്ക് പെട്ടെന്ന് പറയുന്നത് മനസ്സിലാവും. അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് മുടിയൊക്കെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് ഷേവൊക്കെ ചെയ്ത്. ഓക്കെ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറൊക്കെ മീശയൊന്നും കാണത്തില്ല, എനിക്കൊന്നും മീശയൊന്നും ഇല്ല ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒന്നും. അയൺ ചെയ്ത് ഷർട്ടിൻ്റെ ലൈനും പാൻറ്റിൻ്റെ ലൈനും ഷൂ പോളിഷ് ചെയ്തൊക്കെ പ്രോപ്പറായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതെല്ലാത്തിലും പരേഡ് പ്രാക്ടീസ് ആണെങ്കിലും പരേഡ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഈ പ്രോപ്പറായിട്ട് പോകണം. നമ്മൾ ഈ PTക്ക് പോകുമ്പോൾ ജസ്റ്റ് നമ്മുടെ ട്രാക്ക് സൂട്ടും നമ്മുടെ ടീഷർട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് രാവിലെ 7 മണി അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ഈ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമുക്ക് ചില ദിവസങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമുക്ക് പരേഡ് നടത്താറുണ്ട്. ഓക്കെ, കൊട്ടുമേളവും കാര്യങ്ങളൊക്കെ നടത്തി പരേഡ് നമുക്ക് ചെയ്യിക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് ആ ഒരു കോമൺ ആയിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വരുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റഡി അവേഴ്സ് വരുന്നുണ്ട്. ചിലപ്പോൾ 8 to 10 ആവാം അല്ലെങ്കിൽ 9 to 10 ആവാം, ആ ഒരു രീതിക്കായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടും, അതിൻ്റെ കൂടെ നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും പരിപാടിയൊക്കെ എല്ലാ സൈഡിൽ കൂടെ നടന്നുകൊണ്ട് ടെൻഷൻ വേണ്ട ജോലിയായിരിക്കും. നമുക്ക് ഏത് ഹോസ്റ്റലിൽ പോയാലും അവിടെ നമുക്ക് മലയാളീസ് കാണും. സോ അങ്ങനത്തെ, പക്ഷേ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് 29 പേരുണ്ടായിരുന്നു മലയാളികൾ എൻ്റെ ബാച്ചിനകത്ത്. അതുകൊണ്ട് എവിടെ പോയാലും ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് മലയാളീസ് ആണ്, അതോടൊപ്പം പേടിക്കില്ല. അവിടെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അല്ലേ നിങ്ങൾ ഒരു ഗ്രൂപ്പൊക്കെ തിരിച്ച് നിങ്ങൾ ഒരുമിച്ച് റൂമിലൊക്കെ അവർ സെറ്റപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാം ഒറ്റയ്ക്ക് സെറ്റപ്പ് ചെയ്യും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന എല്ലാ കോളേജിലും നടക്കുന്ന സാധനം ഒരു പരിപാടിയാണ്. ഇപ്പോൾ അവർ റൂം തിരിച്ച് തന്നാലും നമ്മളെല്ലാം കൂടി ഒന്നിച്ചൊരു പരിപാടി സെറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ലൈഫ് കുറച്ച് ഡാർക്കായിരിക്കും, പക്ഷേ അത് ആ ഒരു ഡാർക്ക്നെസ് കഴിഞ്ഞാൽ ഫുള്ള് ബ്രൈറ്റ് ആയിരിക്കും.
ഓക്കെ ടിൽ നീയൊക്കെ ഒരു നിലയിലെത്തുന്നവരെ നൈസായിട്ട് മുന്നോട്ട് പോയിക്കോളും. എല്ലാവരും മാക്സിമം പഠിക്കുക. എല്ലാവർക്കും ഞാൻ എന്താണ് എൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെ കാണും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ എപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. കാരണം ഞാൻ ഈ ഫീൽഡിലുള്ള ആളാണ്. സോ നിങ്ങൾക്ക് എന്ത് ഓപ്പണായിട്ട് എപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. അയാൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കുന്നത് അതിനകത്ത് തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി തന്നെ. ഇപ്പോൾ ഒരു 600 പേരൊക്കെ അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാൻ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചാൽ മതി. അവിടെ തന്നെ നമുക്കറിയാം. ഇപ്പോൾ എൻ്റെ പിള്ളേരല്ലേ ഇപ്പോൾ എല്ലാവരോടും ഡൗട്ടൊക്കെ ചോദിച്ചാൽ എല്ലാം പാസ്സായിരിക്കുക. അപ്പോൾ എന്തുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചാൽ മതി. എൻ്റെ പിള്ളേരെ തന്നെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ. ഓക്കെ, പിന്നെ നിങ്ങൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളെല്ലാം ഇതുപോലെ അവന്മാർ പഠിച്ച് എങ്ങനെയാണോ അതുപോലെ നിങ്ങളും പഠിച്ചോളൂ. ഓക്കെ, സോ എന്തായാലും ഞാൻ വീഡിയോ വിളിച്ച് വൈകിട്ട് എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് ചാനലിനകത്ത് നമ്മൾ ഇടുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സ് കമൻറ്റ് ആയിട്ടായിരിക്കും. സോ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.